ചെറുപുഴ JMUP സ്കൂളിന്റെ മുമ്പിൽ സ്കൂൾ കുട്ടികൾ സീബ്ര ലൈൻ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടായ അപകടത്തെ തുടർന്ന് സ്കൂൾ അധികൃതരും ജനങ്ങളും മാധ്യമങ്ങളും ഡിവൈഡർ സ്ഥാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുപുഴ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഡിവൈഡർ സ്ഥാപിച്ചു. ചടങ്ങിൽ ചെറുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ് സെക്രട്ടറി റോയ് ഇടക്കാട്ട് സ്വാഗതം പറഞ്ഞു. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പയ്യന്നൂർ DYSP സുനിൽകുമാർ നിർവഹിച്ചു. ചെറുപുഴ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ഡോക്ടർ CD ജോസ്, KK വേണുഗോപാൽ, റോയി ആൻഡ്രോത്ത്, രവി വാഴക്കോടൻ, സലീം തേക്കാട്ടിൽ, സുഭാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. നന്ദി അർപ്പിച്ചുകൊണ്ട് JMUP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാഷും സംസാരിച്ചു. സ്നേഹമുള്ള കുട്ടികളെ, സ്കൂൾ അധികാരികളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനത്തിനായാണ്. സുനിൽകുമാർ സാർ ഈ ചടങ്ങിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നെ സഹായിച്ച പ്രിയപ്പെട്ട ചെറുപുഴ സബ് ഇൻസ്പെക്ടർ പോലീസ് രൂപ മധുസൂദനൻ മാഡം, ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M ബാലകൃഷ്ണൻ അവർ, 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ വർഷങ്ങളായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം അതുപോലെ വിദ്യാഭ്യാസവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ നയിക്കുന്നതിന് ഈ വിദ്യാലയത്തിന് മഹത്തായ പങ്ക് വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായി ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ വാങ്ങി വരുന്നതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ വിദ്യാലയത്തിന്റെ ഗുണമേന്മ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇവിടെ ഈ ചടങ്ങ് വളരെ വിഷമത്തോടുകൂടിയാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തത്. നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ അതിനോട് മീഡിയം നല്ല രീതിയിൽ സഹകരിക്കും. പോലീസിന്റെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം JMUP സ്കൂളിലെ പ്രധാന അധ്യാപകൻ വിളിച്ച് നമുക്കൊരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുണ്ടായി. അതേ സമയത്താണ് ഇവിടെ ഡോക്ടറേറ്റിൽ ഇങ്ങനൊരു സഹായകത്വമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നതും തുടർന്ന് സ്പീഡ് ബ്രേക്കർ എന്നൊരു ആശയത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ അവസരത്തിൽ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. ശരാശരി ഒരു ദിവസം 500-ൽ ആളുകൾ ആക്സിഡന്റുകളോട് മരണപ്പെടുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം 5 ലക്ഷത്തിൽ പരം ഇഞ്ചുറികൾ ഒരു ദിവസം നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം, ചെറുപുഴ വളരെ ചെറിയൊരു ടൗണാണ്. എങ്കിലും കഴിഞ്ഞ 2-3 മാസങ്ങളിലെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസങ്ങളിൽ തന്നെ 6-7 ആക്സിഡന്റുകൾ, വളരെ ചെറിയ കേസുകളായിട്ട് പോലും ഇത്രത്തോളം ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിനൊക്കെ തടയിടാൻ ഇങ്ങനെയുള്ള സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുകയോ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും സുരക്ഷിതരാക്കാൻ ഇങ്ങനെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുകയോ സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം വളരെ നല്ല സഹായഹസ്തവുമായി മുന്നോട്ട് വന്ന റോട്ടറി ക്ലബിന്റെ ഈ മഹാമനസ്ഥിതിക്ക് കുട്ടികൾ അവർക്ക് ട്രാഫിക്കിനെ പറ്റി വളരെയധികം പരിജ്ഞാനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ലാസ് വിട്ട് വീട്ടിൽ പോകാനുള്ള തിരക്കില് അവർ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യും. പക്ഷെ അവിചാരിതമായി എതിരെ വരുന്ന വാഹനങ്ങൾ അത് ശ്രദ്ധിക്കാതെ യാദൃശ്ചികമായി അപകടം സംഭവിക്കുക എന്നുള്ളത് ഇവിടെ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സംരംഭം എന്നുള്ളത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് റോട്ടറി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ അവസ്ഥ, അവരുടെ ഇറങ്ങുന്ന തന്നെ റോഡിലേക്കാണ്, നല്ല റോഡാണ്. അപ്പൊ അശ്രദ്ധമായ ഡ്രൈവിംഗ് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുമ്പിൽ നിൽക്കുന്ന റോഡ്. അപ്പൊ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈ ഒരു സൗകര്യം പോലീസുമായി സഹകരിച്ച് ഈ റോഡിൽ സ്ഥാപിക്കാൻ അവർ കാട്ടിയ സന്മനസ് ആദ്യമായി പോലീസിന്റെ ഭാഗത്തുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
നമ്മുടെ കുഞ്ഞു കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എല്ലാ കാര്യത്തിലും വലിയ അവഗാഹം ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അവർക്ക് എത്ര ക്ലാസ് എടുത്തു കൊടുത്താലും നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പോകാനുള്ള പത്രപ്പാട് കൊണ്ടുകൾ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങി മലകരകൾ നോക്കാതെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ തന്നെ ഈ ചിലപ്പോ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി ബ്രേക്ക് പിടിക്കുവാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ സാധിക്കാതിരിക്കുന്ന അവസരങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങൾ ഒരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നത് എന്നൊരു കാര്യമല്ല. പക്ഷെ അത് മുൻകരുതൽ എന്ന നിലയിൽ അത് തടയാനുള്ള ഒരു സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമ്പോൾ അത് അപകടം പരമാവധി കുറക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ എപ്പോഴും റോട്ടറി ക്ലബ്ബ് പോലീസുമായി വളരെ നല്ല രീതിയിൽ സഹകരണമാണ് കാഴ്ചവെക്കുന്നത്. ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ: ബാറ്ററി റീപ്ലേസ്മെന്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ്, വാട്ടർ ഡാമേജ്, ചാർജർ പോർട്ട് റിപ്പയർ, പവർ ബട്ടൺ റിപ്പയർ, മൈക്ക് റീപ്ലേസ്മെന്റ്, ഡാറ്റ ബാക്കപ്പ്, ടാബ് റിപ്പയർ, സ്പീക്കർ റീപ്ലേസ്മെന്റ്, ക്യാമറ റിപ്പയർ, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, CPU EMMC ഫിക്സിംഗ്, ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു. സിഎം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. ഫോൺ 9846 127 155.